ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയ താളുകളിൽ വൈറലായ ഒരു ചിത്രമുണ്ടായിരുന്നു. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഒരു ചിത്രം, ഒരു കാടിന് നടുവിൽ മനോഹരമായി ചെത്തിയൊരുക്കിയ ഒരു മൈതാനത്തിൻ്റെ ചിത്രം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇതെവിടെയായിരുന്നു എന്ന് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരുന്നു. അത് കേരളത്തിലാണ്, തൃശ്ശൂരിലാണ് എന്ന് പിന്നീട് നമ്മൾ കണ്ടെത്തി. ആ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കായിക മന്ത്രി എത്തി ഇന്നലെ. ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാലോ? ആകാശ ദൃശ്യത്തിൽ ആളുകളെ ആശ്ചര്യപ്പെടുത്തിയ പാലപ്പള്ളിയിലെ ഗ്രൗണ്ടിലേക്ക് മന്ത്രി എത്തി. പതിവിന് വിപരീതമായി ജേഴ്സി അണിഞ്ഞ മന്ത്രി കളത്തിലിറങ്ങിയതോടെ കാഴ്ചക്കാർക്കും ആവേശമിരട്ടിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ പ്രയോഗം കടമെടുത്താൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാം ഭരിക്കുന്നത് പാലപ്പള്ളിയിലെ ഒരു കൊച്ചു കളിയിടമാണ്. ഇത് ആമസോൺ കാടിന് നടുവിലല്ല എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ കളിക്കളത്തിന്റെ ദൃശ്യങ്ങൾ വന്നതു മുതൽ പാലപ്പള്ളി ഹാരിസൺ എസ്റ്റേറ്റിന് നടുവിലുള്ള ഗ്രൗണ്ടിൽ വലിയ ആൾത്തിരക്കാണ്. നേരിട്ടെത്തിയവരും മരക്കൂട്ടങ്ങൾക്കിടയിലുള്ള കളിയിടം കണ്ട് ആശ്ചര്യപ്പെടുന്നുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ശനിയാഴ്ച പാലപ്പള്ളിയിലെ ഗ്രൗണ്ടിലേക്ക് എത്തി. സ്ഥിരം വേഷമായ ഷർട്ടും മുണ്ടും മാറ്റി മന്ത്രി കളിക്കളത്തിലേക്ക് ഇറങ്ങിയതോടെ കണ്ടുനിന്നവർക്കും ആവേശം. കായിക പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ലഹരിയെ ചെറുക്കാൻ ഇത്തരം കളിക്കളങ്ങൾ സജീവമാകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ പ്രകൃതിയാണ് ഇതിൽ നമ്മൾ ഒപ്പിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ഏരിയൽ വ്യൂ കണ്ടാൽ ലോകത്തിൽ തന്നെ ഇത്തരത്തിലും മറ്റൊരു കളിസ്ഥലം ഇല്ലാതെ തന്നെ നമുക്ക് തോന്നും. നമ്മൾ ആഗ്രഹിക്കുന്ന കളികളെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള കളികളും കാണുമ്പോൾ അവിടുത്തെ യുവാക്കളെ കാണാനും അവരോട് സംവദിക്കാനും കളികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നയമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മിനിസ്റ്റേഴ്സ് 11 പാലപ്പള്ളി ഗ്രൗണ്ട് 11 തമ്മിലായിരുന്നു മത്സരം. ടോസ് മിനിസ്റ്റേഴ്സ് 11 ലഭിച്ചെങ്കിലും ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മത്സരത്തിൽ പാലപ്പള്ളി 11 വിജയിച്ചു. കിക്സ് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് എന്ന മുദ്രാവാക്യമുയർത്തി കായിക വകുപ്പ് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായാണ് മന്ത്രി ബി അബ്ദുറഹിമാൻ എത്തിയത്. കൈരളി ന്യൂസ്, തൃശൂർ.